ഹായ് ഫ്രണ്ട്സ്, വെരി ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് SCERT പാഠഭാഗങ്ങൾ 6ാം ക്ലാസ്സിലെ സയൻസിൻ്റെ 4ാം അധ്യായം ചലനത്തിനൊപ്പം. ചലനം നമുക്കറിയാം, നമ്മുടെ സിലബസിലുണ്ട് ചലനവും ബലവും. ആ ഒരു സിലബസിൻ്റെ ആദ്യത്തെ ചാപ്റ്ററാണിത്. ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ, ചലനം എന്താണെന്നും ഒരു വസ്തു ചലിക്കുന്നത് എങ്ങനെയാണെന്നും തിരിച്ചറിയുന്ന കുറച്ച് കാര്യങ്ങൾ. നമുക്കിപ്പോൾ SCERT പാഠപുസ്തകം അങ്ങനെ പഠിക്കേണ്ട കാര്യമില്ല. ആപ്ലിക്കേഷൻ ലെവലിൽ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങളിൽ അല്ലെങ്കിൽ പ്രസ്താവനകളിൽ എന്തൊക്കെ കടന്നു വരാം അതുമാത്രം മനസ്സിലാക്കി പഠിക്കുക. ഭൂമി സ്വയം തിരിയുന്നത് ഭൂമധ്യരേഖാ പ്രദേശത്ത് മണിക്കൂറിൽ ഏകദേശം 1667 km/h വേഗത്തിലാണ്. അതേ സ്ഥാനത്ത് സൂര്യനെ ചുറ്റുന്നതാവട്ടെ മണിക്കൂറിൽ 1,06,000 km വേഗത്തിൽ. ഒരിടത്തിരിക്കുകയാണ് നമ്മൾ, പക്ഷേ എത്ര വേഗം ചലിക്കുന്നു നമ്മൾ ചലനം അറിയുന്നില്ല. അതിത്രയും വലിയൊരു വസ്തുവുമായി ബന്ധപ്പെട്ടായതുകൊണ്ടാണ് നമ്മൾ ചലനം അറിയാത്തത്. നമ്മുടെ ശരീരത്തിനുള്ളിൽ നടക്കുന്ന ചലനങ്ങൾ, രക്തപര്യനം, അതാണ് പൾസിലൂടെ അറിയുന്ന ചലനം. അതുപോലെ തന്നെ ഹൃദയമിടിപ്പ്, ഇതൊക്കെ ചലനങ്ങൾക്ക് ഉദാഹരണമാണ്. അതുപോലെ തന്നെ നമ്മുടെ ചുറ്റിനും ഒരുപാട് ചലനങ്ങൾ ഓരോ ദിവസവും സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. ബലവും ചലനവും തമ്മിലുള്ള ബന്ധമാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തു ബലം പ്രയോഗിച്ച് ചലിപ്പിക്കാം. അതേപോലെ തന്നെ ചലിക്കുന്ന ഒരു വസ്തു ബലം പ്രയോഗിച്ച് നിശ്ചലമാക്കാം. ചലനത്തിൻ്റെ ദിശ മാറ്റാം, ചലനത്തിൻ്റെ വേഗത കൂട്ടാം, വേഗത കുറയ്ക്കാം. ഇതെല്ലാം ബലം പ്രയോഗിച്ച് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ബലം ഉപയോഗിക്കുന്നത് നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തുവിനെ ചലിപ്പിക്കാനോ ചലനാവസ്ഥയിലുള്ള ഒരു വസ്തുവിനെ നിശ്ചലാവസ്ഥയിലേക്ക് കൊണ്ടുവരാനോ ചലനത്തിൻ്റെ ദിശ മാറ്റാനോ വേഗത കൂട്ടാനോ കുറയ്ക്കാനോ ഒക്കെ പ്രയോഗിക്കുന്നത് എന്താണോ അതാണ് ബലം. ചലനങ്ങൾ പലവിധമുണ്ട്. നേർരേഖാചലനമുണ്ട്, വർത്തുള ചലനമുണ്ട്, ഭ്രമണമുണ്ട്, പരിക്രമണമുണ്ട്. അങ്ങനെ പല ചലനങ്ങൾ നമുക്ക് അറിയണം. നേർരേഖാചലനം നമുക്കറിയാം, ഒരു വസ്തു നേരായ രേഖയിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ അത് നേർരേഖാചലനം. ഇപ്പം ലിഫ്റ്റ് ഉയരുന്നു, നേർരേഖാചലനം. മാമ്പഴം ഞെട്ടറ്റു വീഴുന്നു, നേർരേഖാചലനം. പക്ഷേ പമ്പരം കറങ്ങുന്നു, പമ്പരം അതിൻ്റെ അച്ചുതണ്ടിൽ കറങ്ങുന്നു. അച്ചുതണ്ടിൽ കറങ്ങുന്നതിനെയാണ് നമ്മൾ ഭ്രമണം എന്ന് വിളിക്കുന്നത്. ഒരു കയറിൽ കെട്ടിയ കല്ല് കറക്കുമ്പോൾ അത് വട്ടത്തിൽ കറങ്ങുന്നു, വർത്തുള ചലനം. വൃത്തപാതയിലൂടെയുള്ള കളിത്തീവണ്ടി, വൃത്തപാതയിലൂടെയുള്ള ചലനമാണ് വർത്തുള ചലനം. വാഹനങ്ങളുടെ ചക്രം കറങ്ങുന്നത്, ചക്രം കറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകത, അവിടെ വർത്തുള ചലനവും നേർരേഖാചലനവും സംഭവിക്കുന്നുണ്ട്. ഒരു വസ്തുവിൻ്റെ നേർരേഖയിലൂടെ ചലനത്തെ നേർരേഖാചലനം അഥവാ ലീനിയർ മോഷൻ എന്നറിയപ്പെടുന്നു. സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണ് ഭ്രമണം അഥവാ റൊട്ടേഷൻ. വൃത്തപാതയിലൂടെയുള്ള ചലനമാണ് വർത്തുള ചലനം അഥവാ സർക്കുലർ മോഷൻ. ഇവയൊന്നുമല്ലാതെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള ചലനം, ക്ലോക്കിൻ്റെ പെൻഡുലം, ഊഞ്ഞാലിൻ്റെ ചലനം, തൂക്കുവിളക്കിൻ്റെ ചലനം, ഇവയൊക്കെ എന്ന് പറയുമ്പോൾ ഒരു നിശ്ചിത പോയിന്റിനെ അല്ലെങ്കിൽ ബിന്ദുവിനെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് ദോലനം അഥവാ ഓസിലേഷൻ. ഒരു വസ്തു ഒരു തുലന സ്ഥാനത്തെ അല്ലെങ്കിൽ ഒരു തുലന ബിന്ദുവിനെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് ദോലനം. ഈ ദോലനം വേഗത്തിലാണ്, കുറച്ച് നല്ല വേഗത്തിലാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് കമ്പനം. ആവർത്തിച്ചുള്ള ദോലന ചലനമാണ് കമ്പനം. ട്യൂണിംഗ് ഫോർക്കിൻ്റെ ഒരു കയ്യിൽ ഹാമർ ഉപയോഗിച്ചടിക്കുക,
വലിച്ചു പിടിച്ച റബ്ബർ ബാൻഡിൽ വിരലുകൊണ്ടടിക്കുക. അപ്പോഴൊക്കെ ദോലനം തന്നെയാണ്, പക്ഷെ വളരെ വേഗത്തിലുള്ള ദോലനം. ദ്രുതഗതിയിലുള്ള ദോലനങ്ങളെ വിളിക്കുന്ന പേരാണ് കമ്പനം അഥവാ വൈബ്രേഷൻ. അപ്പോൾ നമ്മൾ പഠിച്ച ചലനങ്ങൾ നേർരേഖാചലനം, ഭ്രമണം, വർത്തുള ചലനം, ദോലനം, കമ്പനം. കമ്പനം നമുക്ക് ഒരു പരീക്ഷണം വച്ച് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. ചെണ്ടയുടെ ഡയഫ്രത്തിൻ്റെ ചലനം, ചലന രീതി അറിയണം. ദോലനം, കറങ്ങുന്ന കസേരയുടെ ചലനം, വർത്തുള ചലനം. ക്ലോക്കിലെ സൂചിയുടെ അഗ്രഭാഗം വൃത്താകൃതിയിലാണ്, വർത്തുള ചലനം. തയ്യൽ മെഷീനിലെ ചെറിയ ചക്രങ്ങളെല്ലാം വർത്തുള ചലനം. ലിഫ്റ്റ് നേർരേഖാചലനം, ഊഞ്ഞാൽ ദോലനം, വീണയിലെ കമ്പി കമ്പനം, പൊടിമില്ലിലെ ചക്രങ്ങൾ വർത്തുള ചലനം. ഇനിയും ഉദാഹരണങ്ങൾ അല്ലെങ്കിൽ എക്സ്പെരിമെൻറ്റ്സ് ഒന്നും നമുക്കങ്ങനെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയില്ല. ഒരു യന്ത്രത്തിൽ നൽകുന്ന ബലത്തെ മറ്റ് യന്ത്രങ്ങളിലേക്കോ അല്ലെങ്കിൽ യന്ത്രഭാഗങ്ങളിലേക്കോ എത്തിച്ച് അവയെ കൂടി ചലിപ്പിക്കാൻ നമുക്ക് സാധിക്കും. ഇതൊക്കെയാണ് മില്ലിലൊക്കെ നടക്കുന്നത്. ചെയിന്, ബെൽറ്റ്, ചക്രം, ആക്സിൽ തുടങ്ങിയവ ഇതിനായി ഉപയോഗിക്കുന്ന സംവിധാനങ്ങളാണ്. പൽചക്രങ്ങൾ, ഇത് നമ്മൾ ആക്ച്വലി ഇതിൻ്റെ ഏറ്റവും നല്ല മോഡൽ അറിയണമെങ്കിൽ ചെറിയ കളിപ്പാട്ടങ്ങളൊക്കെ പൊട്ടിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഈ പൽചക്രങ്ങൾ കാണാം. പൽചക്രങ്ങൾ എന്ന് പറയുന്നത് കണക്റ്റഡായിട്ടിരിക്കുന്ന സാധനമാണ്. ഇതിൽ ഒരെണ്ണത്തിൽ ബലം പ്രയോഗിച്ച് കറക്കുമ്പോൾ അതിനനുബന്ധിച്ച് അല്ലെങ്കിൽ അതിനോട് ചേർന്നുള്ളത് കറങ്ങി അതിന് വ്യത്യസ്ത വേഗത ലഭിക്കുന്നു. ഒരു യന്ത്രഭാഗത്തിൻ്റെ കറക്കം ഉപയോഗപ്പെടുത്തി വ്യത്യസ്ത വേഗത്തിലും ദിശയിലും ഒന്നിലേറെ യന്ത്രഭാഗങ്ങൾ ചലിപ്പിക്കാൻ സഹായിക്കുന്നവയാണ് പൽചക്രങ്ങൾ. ചെറിയ പൽചക്രം ഉപയോഗിച്ച് വലിയ പൽചക്രം കറക്കുമ്പോൾ വേഗത കുറയും, തിരിച്ചാകുമ്പോൾ വേഗത കൂടും. കാരണം ബലം, അവിടെ പ്രയോഗിക്കുന്ന ബലത്തിൻ്റെ പ്രത്യേകത. ഇതുപയോഗിച്ച് നമുക്ക് ചലനത്തിൻ്റെ ദിശയും വേഗതയും ഒക്കെ മാറ്റാൻ സാധിക്കുന്നു. പഠന നേട്ടങ്ങൾ ഒന്ന് വായിച്ചു വിടുക. അതിനുശേഷം ബലം പ്രയോഗിക്കുന്നത് എന്തിനാണ്? കൈവണ്ടി വലിച്ചു തുടങ്ങുമ്പോൾ ബലം പ്രയോഗിക്കുന്നത് എന്തിനാണ്? കൈവണ്ടി സ്പീഡിൽ നീങ്ങി വരാൻ. വണ്ടി ഇറക്കത്തിലെത്തുമ്പോഴോ പതുക്കെ പോകാൻ. ബലം ചലനത്തിൽ മാറ്റങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. ഇനിയും ദോലന ചലനത്തിൻ്റെ പട്ടിക പറഞ്ഞിരിക്കുന്നു. അതിൽ ശരിയായ കണ്ടെത്തലുകൾ ഏതൊക്കെ? ദോലനം, ആട്ടുകട്ടിലിൻ്റെ ചലനം ദോലനമാണ്, പക്ഷേ ജയൻ വീല്, അപ്പോൾ ലതികയുടേത് ഒഴിവാക്കാം. ഇക്ബാൽ പറഞ്ഞതാണ് ശരി, കാരണം എഴുതുവിട്ടാമ്പലിൻ്റെ ചലനം നേർരേഖയായിപ്പോയി. ഈ ഇക്ബാലിൻ്റെ ഓപ്ഷനിലാണ് 3 ശരിയായിട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെ പരീക്ഷ എഴുതുന്നതിന് മുമ്പ് ഈ ചോദ്യങ്ങളിലെ ആ ഒരു പരീക്ഷണങ്ങൾ കൂടി ചെയ്ത് നോക്കുക. ഒന്നാമത്തെ പൽചക്രം കറക്കുമ്പോൾ അതേ ദിശയിൽ കറങ്ങുന്നത് ഏതായിരിക്കും? ഒന്നാമത്തത് വന്ന് രണ്ടാമത്തതേ മുട്ടുമ്പോൾ രണ്ടാമത്തത് ഇടത്തോട്ട് കറങ്ങും. രണ്ടാമത്തത് ഇടത്തോട്ട് കറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും മൂന്നാമത്തതായിരിക്കും വലത്തോട്ട് കറങ്ങുന്നത്. 1ഉം 3ഉം ഒരേ ദിശയിൽ കറങ്ങും. ഏറ്റവും വേഗത കുറവ് ഏതിനായിരിക്കും? ഏറ്റവും വലിയ പൽചക്രത്തിനായിരിക്കും ഏറ്റവും വേഗത കുറവ്. വിവിധ ചലനങ്ങളും ഉപകരണങ്ങളും. ചലനത്തിൻ്റെ മാറ്റം സാധ്യമാക്കുന്ന ഉപകരണങ്ങൾ, ഉപയോഗങ്ങൾ. ബലം ചലനാവസ്ഥയിൽ വരുത്തുന്ന മാറ്റങ്ങൾ. ഇത് നിങ്ങൾ ജസ്റ്റ് പഠിച്ചിരുന്നാൽ മാത്രം മതി. അപ്പോൾ എക്സ്പ്ലനേഷൻ സഹിതം ഈ ഒരു ചാപ്റ്ററിൻ്റെ പ്രധാനപ്പെട്ട കണ്ടൻറ്റുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. SCERTയിൽ നിന്ന് വ്യത്യസ്തമായ ചോദ്യങ്ങൾ വരുന്നുണ്ട്. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാൻ നമ്മൾ പ്രാപ്തരാകുക. നമ്മുടെ ചാനലിൽ SCERTയുടെ 6ാം ക്ലാസ് തുടങ്ങി 10 വരെ ക്ലാസ്സുകളിലെ സയൻസും സോഷ്യലും പഠിപ്പിച്ച് മുന്നോട്ട് പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം കാഴ്ചക്കാർ ഒരുപാട് കുറവാണ്. ഒരു ദിവസം ഒരു SCERT ക്ലാസ് അപ്ലോഡ് ചെയ്താൽ 150 പേരിൽ കൂടുതൽ കാണാറില്ല.
അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ യൂട്യൂബിൽ നിന്ന് വരുമാനമൊന്നും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ഇത് തുടർന്ന് SCERT കംപ്ലീറ്റ് ആക്കണം എന്നാഗ്രഹമുണ്ട്. അപ്പോൾ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ പരീക്ഷ, അതുപോലെ വരാൻ പോകുന്ന VFA, കമ്പനി ബോർഡിൽ GS തുടങ്ങിയ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും SCERT പാഠഭാഗത്തു നിന്നുള്ള മാർക്കുകൾ ലഭിക്കാൻ പ്രയോജനം ചെയ്യും. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.